ഹലോ, അപ്പോൾ ഒരുപാട് നാളെയല്ലേ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സംഭവം വേറെ ഒന്നുമില്ല, ഒരു ഡേ ഇൻ മൈ ലൈഫിന്റെ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നതിൽ ഞാൻ അധികം അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. അതായത് നമ്മുടെ നോമ്പ് മുറിക്കുന്നതിൽ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള ഐറ്റംസ് ഒക്കെയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. ഈ ഒരു 4 മണി എന്ന് പറയുന്നത് ഹൈസുക്കുട്ടന്റെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയമാണ്. ഉച്ചക്കത്തെ ഉറക്കം കഴിഞ്ഞിട്ടുള്ള എഴുന്നേൽക്കുന്ന സമയം. പിന്നെ അതിനുശേഷം ഭയങ്കര കളിയായിരിക്കും. കയ്യില് ഇതില് നോക്കി പറ എന്തോന്നാണ് ആരടിച്ച് കളഞ്ഞത്? ഇത് ഹൈസ് മോന് ഞാൻ വാങ്ങിച്ചെടുത്തിട്ട് തോക്കാണ് കേട്ടോ. അപ്പൊ ഈ സംഭവം അവന് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനായിട്ട്. അതിൽ ഓരോരുത്തരെ കാണിച്ചിട്ട് അതിൽ അടിക്കുന്നതാണ് ഇവന്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അങ്ങനെ ഒന്ന് പുറത്തടിച്ച് കളഞ്ഞിട്ട് അത് എടുക്കാൻ പോകുന്ന സീനാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇന്ന് ഇത്താടെ വക മന്തിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. ഹോം മെയ്ഡ് മന്തിയാണ് പ്രിപ്പറേഷൻ. അതായത് നമ്മൾ ഈ കളറോ അല്ലെങ്കിൽ മാഗി ക്യൂബ്സോ ഒന്നും ആഡ് ചെയ്യാതാണ് കേട്ടോ മന്തി ഉണ്ടാക്കുന്നത്. മന്തിയുടെ മസാല സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് അത് വെക്കുന്നത്. എൻ്റെ ഇൻസ്റ്റയിലെ മിനി വ്ലോഗ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിൽ പറയുന്നുണ്ട് ഈ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇഫ്താറിന് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ്, അതായത് നമ്മുടെ പൊരിപ്പ് കരിപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് എൻ്റെ മെയിൻ ഹോബിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കായ്പോളയാണ് കേട്ടോ. ഇത് ശരിയാവോ ഇല്ല എന്നൊന്നും അറിയത്തില്ല. മുമ്പ് ഇത്തായാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. സെറ്റ് ആവില്ല എന്നുള്ളതാണ് മെയിൻ ടെൻഷൻ. അങ്ങനെ ഇത് കായ്പോളയുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് പഴമൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളത് കട്ട് ചെയ്യുവാണ്. ഇതിന് നമുക്ക് ഫ്രൈ പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് തണുക്കാൻ വെക്കണമല്ലോ. എന്നിട്ടല്ലേ നമ്മൾ മറ്റേ മുട്ടയുടെ ഇതിൽ വീത്തുന്നത് ബാറ്ററിൽ. അപ്പോൾ ഈ സംഭവം ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. ഇങ്ങനെയാണോ എന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല. തന്നെ ഏതാണ്ട് സമയം 4:45 ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് കഴിഞ്ഞ് ഇതിനെ ഒന്ന് സെറ്റാക്കാൻ വെച്ച് അല്ലെങ്കിൽ ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷമാണ് ഇനി അടുത്ത പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. അതുപോലെ എൻ്റെ ഈ ഡെയിലി വ്ളോഗ്സ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഡെയിലി ഇനി വീഡിയോസ് ഇടണം എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോസ് മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കില്ല കേട്ടോ. വർക്കുള്ള ദിവസമാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാനായിട്ട് ഒരു താല്പര്യം, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വീഡിയോ ക്ലിപ്പിങ്സ് കിട്ടുന്നതും ആ ഒരു ടൈമിലായിരിക്കും. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ വർക്കിന് പോകുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്തിട്ട് വീഡിയോസ് എടുക്കാൻ മറന്നു പോകും. അല്ലെങ്കിൽ എന്താണ് തിരക്കാവുമ്പോഴത്തേക്ക് പിന്നെ പോട്ടെ എന്നുള്ള ആ ഒരു മടി വരുമ്പോഴത്തേക്കാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്ത കേട്ടോ. എന്നാലും ഞാൻ ഇൻസ്റ്റയിൽ ായിട്ട് വീഡിയോസ് എടുക്കാറുണ്ട്. പക്ഷേ ലോങ് വീഡിയോസ് എന്ന് പറയുന്നത് എനിക്ക് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പൊ ഇൻസ്റ്റയിൽ ഇടുന്ന മിനി വ്ളോഗ്സ് തന്നെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ പഴമൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ പാനിലോട്ട് കാഷ്യൂ അതുപോലെ നമ്മുടെ ഉണക്കമുന്തിരി അതെല്ലാം ഒന്ന് ഫ്രൈ ആവാനായിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ പെരുന്നാളിന് മൈലാഞ്ചി വേണം എന്നുള്ളവർ ഷുവർ ആയിട്ടും എൻ്റെ വീഡിയോയിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ബയോയിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി മെസ്സേജ് അയച്ചാലും മതി. ഇനി ഇൻസ്റ്റ ഐ ഡി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്, അതിലും മെസ്സേജ്. അങ്ങനെ പഴമെല്ലാം എടുത്ത് സൈഡാക്കിയതിന് ശേഷം ഇനിയുള്ളത് നമ്മുടെ തക്കാളി, അതായത് തക്കാളി ചട്നി മന്തിയുടെ സൈഡ് ഡിഷ് ആണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയറിംഗ് ആണ്. വീട്ടിൽ പൊതുവെ എരി കുറച്ചായതുകൊണ്ട് തന്നെ 2 പച്ചമുളക് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. 4 തക്കാളിക്ക് 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളി പിന്നെ എത്ര വേണമെങ്കിലും ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ നാരങ്ങ, മല്ലിയില, ഇത് ഇത്രയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഒരുപാടങ്ങ് കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ആ ഒരു ചവ അടിക്കും. അപ്പൊ കറക്റ്റ് എത്രയാണ് നിങ്ങളുടെ ആവശ്യം എന്നുള്ളത് നോക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ മന്തി അവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. റൈസ് എല്ലാം സെറ്റായി. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് മറ്റേ നമ്മുടെ കനൽ വെക്കുക എന്നുള്ളതാണ്. അതും വെച്ച് ചിക്കനും കൂടെ ഒന്ന് എടുത്ത് മുകളിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മന്തി സെറ്റ്. ഇനി മന്തിയുടെ ചിക്കൻ പീസ് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട. അത് മന്തിക്ക് വേണ്ടിയിട്ട് മാത്രം മേടിച്ചല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം കറിക്ക് മേടിച്ചതാണ് നമ്മൾ ഇപ്രാവശ്യം മന്തി ആക്കുക എന്നുള്ള ഒരു പ്ലാൻ പെട്ടെന്ന് വന്നത്. അതുകൊണ്ടാണ് ആ ഒരു ചിക്കൻ പീസിന്റെ ആ ഒരു സൈസ് അങ്ങനെ ഇരിക്കുന്നത്. കായ്പോളയ്ക്കുള്ള ബാറ്ററും അതുപോലെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. അതിന് ഫ്രൈ പാനിൽ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അവസാനം ചെറിയൊരു പണി കിട്ടി. അതായത് കായ്പോള ഭയങ്കര സോഫ്റ്റ് ആയി പോയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാമിയും മാമായും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇവരുടെ നോമ്പൂരിപ്പ് ഇവിടെ എല്ലാ കസിന്റെ വീട്ടിലാണ്. അപ്പൊ അവര് നേരെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി. കയ്യിൽ നിന്ന് തന്നെ കുറച്ച് ജുവലറി ഒക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇഫ്താറിനെ കഴിക്കാനുള്ളത് ഇതൊക്കെയായിരുന്നു. അങ്ങനെ നോമ്പെല്ലാം മുറിച്ചിനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് പാത്രം കഴുകലാണ്. ഭാഗ്യത്തിന് ആ ഡ്യൂട്ടി ചില ദിവസങ്ങൾ ഇത്തായാണ് ചെയ്യുന്നത്, ചില ദിവസങ്ങളല്ല, മോസ്റ്റ് ഓഫ് ദ ഡേ ഇത്ത തന്നെയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവും. പിന്നെ നിസ്കാരം ഓതിലൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത നമ്മൾ വെറുതെ ഇരിക്കുന്നതല്ല. എനിക്ക് പിന്നെ വീഡിയോ എഡിറ്റിംഗ് അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഹൈസുമോന് TV ഒക്കെ ഇട്ട് കൊടുക്കും. അപ്പൊ ഇതിനിടയ്ക്ക് ഇതേ ജുനയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഹൈസുമോന്റെ വാപ്പയാണ് കേട്ടോ. കറക്റ്റ് ആ തോക്ക് നേരെ ചെന്ന് വാപ്പിയുടെ നെറ്റിയിലാണ് അവൻ തുളച്ച് വെച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഹൈസുക്കുട്ടന്റെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്.
പിന്നെ വീഡിയോ എഡിറ്റിംഗ്, വോയിസ് ഓവർ, അതെല്ലാം അപ്ലോഡിങ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാറ് കേട്ടോ. ഇതിനിടയ്ക്ക് തന്നെ ഐസുവിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കാർട്ടൂൺ ഇടുന്നെങ്കിലും ഏറ്റവും കൂടുതൽ കാണുന്നത് ഉമ്മച്ചിമ്മയാണ്, ഹൈസുക്കുട്ടനല്ല കേട്ടോ. ഉമ്മച്ചിമ്മക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ കാർട്ടൂൺ ഇടുന്ന സമയം അപ്പോൾ ഇറങ്ങി വന്നിരുന്നത് കാർട്ടൂൺ കാണാം. അങ്ങനെ ഇന്നൊരു ദിവസം ഏതാണ്ട് തീർന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ പരിപാടിയും തീർത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.